കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജയിൽ മോചിതനായപ്പോൾ ജയിലിന് പുറത്ത് സ്വീകരണം ഒരുക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. കോട്ടയം ജില്ലാ ജയിലിന് മുന്നിലാണ് സംഭവം. ഒരു മാസം മുൻപേ കൈക്കൂലി കേസിൽ ചേർത്തലയിൽ നിന്ന് അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ബിജു ഇവിടെ റിമാൻഡിൽ കഴിയുകയായിരുന്നു. 37 വർഷത്തെ സർവീസുള്ള KG ബിജു ഇതിനു മുൻപ് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടാക്കിയിട്ടുള്ള ആളല്ലെന്ന് സ്വീകരിക്കാൻ എത്തിയവർ പറഞ്ഞു. കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ഇവരുടെ പക്ഷം. സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ, ചേർത്തല മുഴുവനുണ്ട്. ഫോട്ടോ അത് കുഴപ്പമില്ല, ഇനി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ നിയമം നോക്കിയിട്ട് അമൽ സുരേന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. അമൽ, ചെയ്യാത്ത കുറ്റത്തിനാണോ ഇദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഒരു മാസം മുൻപാണ് ചേർത്തലയിലെ വീട്ടിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള KG ബിജുവിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ചേർത്തലയിലും മറ്റുമുള്ള സ്വകാര്യ ബസ് ഉടമകളുടെയും അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിന്റെയും ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും ഹൈക്കോടതിയുടെ ജാമ്യത്തിന്മേലാണ് ഒരു മാസത്തിന് ശേഷം, റിമാൻഡ് കാലാവധിക്ക് ശേഷം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് KG ബിജു പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് ചേർത്തലയിൽ നിന്നെത്തിയ ഒരു ബസ്സും നിരവധിയായിട്ടുള്ള കാറുകളിലും ഉള്ള നിരവധിയായ ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ആ ഒരു ജയിലിന് പുറത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അവരുടെ ആരോപണം പറയുന്നത് ഇത്തരത്തിൽ KG ബിജുവിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കുടുക്കിയതാണ്. അദ്ദേഹം യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണ് എന്ന തരത്തിലാണ് ഈ സ്വീകരിക്കാൻ എത്തിയ ആളുകൾ പറഞ്ഞത്. ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇദ്ദേഹത്തെ കൈക്കൂലി കേസിൽ പെടുത്തിയത്. 2600 രൂപ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള KG ബിജു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന ഒരാളിൽ നിന്ന് കൈക്കൂലിയായി കൈപ്പറ്റി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കേസ്. പ്രത്യേകിച്ചും 2 മാസം മാത്രം റിട്ടയർമെന്റിന്റെ കാലാവധി വരുന്ന ഒരു 2 മാസത്തിനുള്ളിൽ റിട്ടയർമെന്റ് വരുന്ന ആ ഒരു സമയത്താണ് KG ബിജുവിനെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെടുത്തിയതെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള കേസുകളിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്ന ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനായിരുന്നു KG ബിജു. അതിന്റെ ഒരു പക ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്നതായി ഇവരുടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിലവിൽ ആരോപണങ്ങൾ മാത്രമായാണ് നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വിശദീകരണം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ KG ബിജുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടതായി പറയുന്ന ആളുകൾ അടക്കം പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ KG ബിജു ജയിലിലായതിനു ശേഷവും വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മറ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റ് ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരെ അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളെ എല്ലാം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബിജുവിനൊപ്പം നിൽക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കുറെ കൂടി വ്യക്തത വരും ദിവസങ്ങളിൽ കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം അല്പസമയം മുൻപ് നമ്മൾ പുറത്തുവിട്ടിരുന്നു. സോന. അമൽ സുരേന്ദ്രൻ.